ഡിയർ ഫ്രണ്ട്സ്, ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിച്ചിരിക്കും. ആ വർക്കുകൾ വീണ്ടും ആവർത്തിച്ച് എഴുതി പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അല്ലാതെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് അത് +1 +2 ഡിഗ്രിക്കോ പറ്റിയ ഗ്രാമറാണ്. എന്നും ഈ ചെറിയ പാസ്റ്റ് പാർട്ടിസിപ്പിളും അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചും പറഞ്ഞിരുന്നാൽ പറ്റില്ലല്ലോ. ഒന്ന് മുഴുവൻ കയറിപ്പോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നോട്ട് പോരാം. ഇപ്പോൾ നിങ്ങൾ ഏതായാലും സെൻറ്റൻസിനെ കുറിച്ചൊന്ന് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫ്രേസും ക്ലോസും തിരിച്ചു തന്നു. ഫ്രേസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയില്ലാത്ത ഒരു കൂട്ടം പദങ്ങളാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു 20 ടെൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവും പാസീവുമായിട്ട് 20 ടെൻസ് പറഞ്ഞിട്ടുണ്ട്. ടെൻസ് എടുത്ത് വിളിക്കാവുന്ന ക്രിയകളെയാണ് പൂർണ്ണക്രിയ എന്ന് പറയാം. ഏത് ടെൻസ് ആണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് പൂർണ്ണക്രിയ. പൂർണ്ണക്രിയ ഇല്ലാണ്ട്, അതായത് ഒരു ഫിനിറ്റീവ് വർബില്ലാണ്ട് ഒരു വാചകമില്ല, ഒരു ക്ലോസ് ഇല്ല. ഒരു ക്ലോസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സെൻറ്റൻസ് ആവും. ഒറ്റയ്ക്ക് നിൽക്കാത്ത ക്ലോസുകൾ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് മാത്രം വാചകം ഉണ്ടാവില്ല. ഒരു വാചകമാവണമെങ്കിൽ മിനിമം ഒരു മെയിൻ ക്ലോസ് വേണം. മിനിമം ഒരു മെയിൻ ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണക്രിയ. പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയും? ആ 20 ടെൻസിലേക്ക് പോവുക. അതിൽ ഏതെങ്കിലും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഇതുണ്ടോ? അണ്ടർലൈൻ ചെയ്ത് ഇല്ലെങ്കിൽ അത് പൂർണ്ണക്രിയ അല്ല, അപൂർണ്ണക്രിയയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. വാചകങ്ങളെ ഫ്രേസ് ക്ലോസ് ഒക്കെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ബോർഡിലേക്ക് പോകാം. ബോർഡ് കണ്ടോ. ഹി വാസ് ഇൽ. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, വാസ് ഇൽ എന്നുള്ള പ്രെഡിക്കേറ്റ്. അതിന് വാസ് എന്നുള്ളൊരു പൂർണ്ണക്രിയയാണ്. ആയതുകൊണ്ട് അതൊരു മെയിൻ ക്ലോസ് ആണ്. അവൻ അസുഖമുള്ളവൻ ആയിരുന്നു. സിമ്പിൾ പാസ്റ്റിലെ വെർബാണ് വാസ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അടുത്ത വാചകം ഈ സ്റ്റേഡ് അറ്റ് ഹോം. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തങ്ങി, വീട്ടിൽ തങ്ങി. വയ്യാത്തതുകൊണ്ട് അവൻ വീട്ടിൽ തങ്ങി. അപ്പോൾ അത് രണ്ടാമത്തെ ക്ലോസ്. അത് ഒറ്റയ്ക്ക് നിൽക്കും. സ്റ്റേഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. അവൻ വയ്യാത്തവനായിരുന്നു, അവൻ വീട്ടിൽ തങ്ങി. രണ്ട് സിമ്പിൾ സെന്റൻസ് ആണ് അവിടെ ഉള്ളത്. രണ്ട് സിമ്പിൾ സെന്റൻസ്. നമ്മൾ ഈ രണ്ട് സിമ്പിൾ സെന്റൻസിനെയും കൂടി കൂട്ടുകയാണ് ഒരു സിമ്പിൾ സെന്റൻസ് ആക്കുക. ഒറ്റ സിമ്പിൾ സെന്റൻസ് ആക്കുക. എങ്ങനെയാ ചെയ്യുക? ഏതെങ്കിലും ഒരു മെയിൻ ക്ലോസിനെ ഫ്രേസ് ആക്കിയാൽ മതി. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പദസമൂഹം. അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ സബ്ജക്റ്റ് ഉണ്ടായാൽ തന്നെ പ്രെഡിക്കേറ്റ് ഉണ്ടാവണമെന്നില്ല. സബ്ജക്റ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് ക്ലോസ് ആവില്ല, പ്രെഡിക്കേറ്റ് വേണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ വാസ് എന്നുള്ളതിൻ്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപം എന്ന് പറയുന്ന ING ഫോം ഉണ്ട്. അതാണ് ഈ വാസിന് പകരം നമ്മൾ ബീയിങ് ആക്കി. അപ്പോൾ ബീയിങ് ആക്കി കഴിഞ്ഞാൽ അത് അപൂർണ്ണക്രിയയായി. അപ്പോൾ ഈസ്, ഏമ, ആറ്, വാസ്, വേറെ തുടങ്ങിയ വെർബുകള് അല്ലെങ്കിൽ ക്രിയാരൂപങ്ങള്, സഹായക ക്രിയകളെ അല്ലെങ്കിൽ ബി രൂപങ്ങളെ ING രൂപമാക്കിയാൽ അത് അപൂർണ്ണക്രിയ, നോൺ ഫിനിറ്റീവായി മാറും. അപ്പോൾ ഹി വാസ് എന്നുള്ളതിനെ എങ്ങനെയാണ് ഫ്രേസ് ആക്കിയത്? ആ ക്ലോസിനെ എങ്ങനെ ഫ്രേസ് ആക്കിയത്? ബീയിങ് ഇൽ എന്നാക്കി. അപ്പോൾ ഹി വാസ് റിച്ച് ആണെങ്കിലോ ബീയിങ് റിച്ച്. ഹി വാസ് വീക്ക് എന്നുള്ളതാണെങ്കിലോ ബീയിങ് വീക്ക്. അങ്ങനെയൊക്കെ കൂടെ. അതേപോലെ മെയിൻ ക്ലോസിനെ അവിടെ നിർത്തി. ഈ സ്റ്റേഡ് അറ്റ് ഹോം എന്നുള്ള മെയിൻ ക്ലോസിനെ നിർത്തി. അപ്പോൾ ഒരു ക്ലോസിനെ പിടിച്ച് നമ്മൾ ഫ്രേസ് ആക്കി, മറ്റത് മെയിൻ ക്ലോസ് അവിടെ നിർത്തി. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു ഫ്രേസും ഉള്ള ഈ വാചകത്തിനെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ സെന്റൻസ് ഒരു മെയിൻ ക്ലോസ് മിനിമം ഉണ്ടാവണം, വേണമെങ്കിൽ ഫ്രേസ് ആവും. ഫ്രേസ് ആക്കാൻ എന്താ ചെയ്യുക? പൂർണ്ണക്രിയയുള്ള ക്ലോസിൽ നിന്ന് അതിനെ അപൂർണ്ണക്രിയ ആക്കുക, നോൺ ഫിനിറ്റീവ് ആക്കുക. അതാണ് വാസ് എന്നുള്ള പൂർണ്ണക്രിയയുടെ അപൂർണ്ണ രൂപമാണ്, അപൂർണ്ണ ക്രിയാരൂപമാണ് ബീയിങ്. അപ്പോൾ ആ വാചകം, അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഈ രണ്ട് സിമ്പിൾ സെന്റൻസ് പോയിട്ട് ഒറ്റ സിമ്പിൾ സെന്റൻസ് ആയി. ഇനി മൂന്നാമത്തെ ഹി വാസ് ഇൽ. അവൻ അസുഖമുള്ളവനായിരുന്നു. ആൻഡ് ഹി സ്റ്റേഡ് അറ്റ് ഹോം. അവൻ അസുഖമുള്ളതായിരിക്കുകയും വീട്ടിൽ തങ്ങുകയും ചെയ്തു. അപ്പോൾ ആൻഡ് എന്നുള്ള ഒരു കൺജങ്ഷൻ കൊണ്ടാണ് ഈ രണ്ട് മെയിൻ ക്ലോസിനെയും കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസുള്ള ഒരു വാചകത്തിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ് പറയുക. ഏതുകൊണ്ടാണ് കൂട്ടിയത്? ആൻഡ് എന്നുള്ള കൺജങ്ഷൻ. ഒരു പശ പോലെ സാധനം, രണ്ട് കഷ്ണം പശ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്ന പോലെ രണ്ട് മെയിൻ ക്ലോസിനെ ആൻഡ് എന്നുള്ളൊരു കോർഡിനേറ്റീവ്, മെയിൻ ക്ലോസുകളിൽ കൂട്ടുന്ന കൺജങ്ഷനെ കോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസിനെ കൂടി കൂട്ടിയപ്പോൾ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയി. മൂന്നാമത്തെ അതേ വാചകം തന്നെ നമ്മൾ കോംപ്ലക്സ് ആക്കാണ്. ആസ് ഹി വാസ് ഇൽ. ഈ വാസ് ഇൽ എന്നുള്ള മെയിൻ ക്ലോസ് നമ്മൾ ആസ് കൂട്ടിയിട്ട്
സബോർഡിനേറ്റ് ക്ലോസ് ആക്കി. അവൻ അസുഖമുള്ളവനായതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കില്ല. അവൻ അസുഖമുള്ളവനായിരുന്നു നിൽക്കും. അവൻ അസുഖമുള്ളവനായിരുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കില്ല. അവൻ ആയതുകൊണ്ട് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോലെ പറ്റില്ല. അവൻ അസുഖമുള്ളവനായതുകൊണ്ട് അവൻ വീട്ടിൽ തങ്ങി നിൽക്കും. മെയിൻ ക്ലോസ് അത് അവിടെ നിൽക്കും. അതേസമയം അവൻ അസുഖമുള്ളവനായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കില്ല. അതൊരു സബോർഡിനേറ്റ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ് അല്ല, ക്ലോസ് ആണെന്നാണ്. കാരണം ഈ ഉണ്ട് പാസ് പ്രെഡിക്കേറ്റ് ഉണ്ട്. ആസ് ഈ വാസ് എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കാത്ത ക്ലോസ് ആയതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എസ് സി എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ മെയിൻ ക്ലോസിനെ എം സി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ള ഈ വാചകം കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഞാൻ അവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി വെച്ചോളാം. അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. നെക്സ്റ്റ് 5. ഹി റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചു. ഹി ഫെൽ അസ്ലീപ്. അവിടെ കിടന്നുറങ്ങി. ഇപ്പം നമ്മളൊക്കെ വായിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. ചിലർ കിടന്ന് വായിക്കാൻ പാടില്ലെന്നൊക്കെ പറയും, എന്നാലും അങ്ങനെയുള്ളവരുണ്ട്. കസാല ഇരുന്നാലും ഉറങ്ങും. ഹി റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചു. അവൻ ഉറക്കത്തിൽ വീണുപോയി. അപ്പോൾ 2 സിമ്പിൾ സെന്റൻസ് ആണ് ഇത്. അവിടെ എഴുതി 2 സിമ്പിൾ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി എന്താ ചെയ്തത്? റെഡ് എന്നുള്ള ആ പൂർണ്ണക്രിയേനെ, സിമ്പിൾ പാസ്റ്റുള്ള പൂർണ്ണക്രിയേനെ റീഡിംഗ് എന്ന് അങ്ങനെ ആക്കി. നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപമാക്കി. പ്രസന്റ് പാർട്ടിസിപ്പിൾ IN രൂപമാക്കാൻ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപം ഗർഭല്ലോണം വിളിക്കാറുണ്ട്. അതിവിടെ എങ്ങനെയുള്ള പ്രയോഗമല്ല. റീഡിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. റീഡിംഗ് എന്നുള്ളത് പ്രസന്റ് ഗർഭല്ലോണാണ് സബ്ജക്റ്റ് ആയിട്ട് വരും. അതേസമയം ഇവിടെ ഗർഭല്ലോണം അല്ല, ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. റീഡിംഗ് ദ ബുക്ക്. പുസ്തകം വായിച്ചുകൊണ്ട് അവൻ ഉറക്കത്തിൽ വീണുപോയി. അവൻ ഉറക്കത്തിൽ വീണുപോയി എന്നുള്ള മെയിൻ ക്ലോസ് ആണ്. ഇത് മെയിൻ ക്ലോസ് ആണ്. ഇത് റീഡിംഗ് ദ ബുക്ക് എന്നുള്ള ഈ ഹി റെഡ് ദ മെയിൻ ക്ലോസിനെ റീഡിംഗ് ദ ബുക്ക് എന്നാക്കി മാറ്റി, ഫ്രേസ് ആക്കി മാറ്റി. ഒരു ഫ്രേസും ഒരു മെയിൻ ക്ലോസും ഉള്ള ഈ വാചകം സിമ്പിൾ സെന്റൻസ് ആണ്. 2 സിമ്പിൾ സെന്റൻസിനെ ഒറ്റ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി. വളരെ എളുപ്പമുള്ള ഒരു വഴികളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 പ്രാവശ്യം ഇത് എടുത്ത് എഴുതണം. നിങ്ങൾ ഈ ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ദിവസം എനിക്ക് എഴുതിയെടുക്കണം. എന്നിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. പിറ്റേ ദിവസം എല്ലാം ശരിയായിട്ട് വരും. അടുത്തത് ഈ ഹാഡ് റെഡ് ദ ബുക്ക്. ഈ വാചകത്തിനേക്കാൾ ഈ വാചകത്തിനുള്ള വ്യത്യാസം എന്താ പറയുക? ഇത് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഹാഡ് റെഡ് ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റേത് അവൻ വായിച്ചു, അവൻ കിടന്നു. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഈ ഹാഡ് റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുട്ടിൻ്റെ സൈഡ് അതുകൊണ്ട് അവൻ മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ അത് വായിക്കണ്ടല്ലോ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ പണി മുന്നേ കഴിഞ്ഞതാണ്. ആൾറെഡി കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റഡ് അല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രസന്റ് പാർട്ടിസിപ്പിളിന് പകരം പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള നിയമമുണ്ട്. അതാണ് ഹാവിംഗ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും, ഇതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പോൾ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അവൻ അത് മാറ്റി വെച്ചു എന്നുള്ള മെയിൻ ക്ലോസ്. ഇത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് ഫ്രേസ് പാർട്ടിസിപ്പിൾ ഇപ്പോൾ ഫ്രേസ് ആണല്ലോ, അപൂർണക്രിയാണല്ലോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ IN രൂപമാണ് വെർബിനെ ആക്കുക. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ റെഡ് എന്നുള്ളതിനെ ഹാവിംഗ് റെഡ് എന്നാക്കും. അത് സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു ഫ്രേസും ഒരു മെയിൻ ക്ലോസും സിമ്പിൾ സെന്റൻസ്. അടുത്തത് ഇതേ വാചകത്തിന് നമ്മൾ ആസ് ഹി ഹാഡ് റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അവനത് മാറ്റി വെച്ചു. ഇതൊരു മെയിൻ ക്ലോസ്, ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ്. കാരണം ഇത് കംപ്ലീറ്റ് ആവണില്ല. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവൻ പുസ്തകം മാറ്റി വെച്ചു. ഇത് ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസ്. 10 ഈ ഹാഡ് റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി പുട്ട് ഇറ്റ് അസൈഡ്. അപ്പോൾ അതെന്താ ചെയ്യാൻ നോക്കും? ഈ ഹാഡ് റെഡ് ദ ബുക്ക്. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ വെച്ചു. ഇത് മെയിൻ ക്ലോസിനെ കൂട്ടുന്ന കൺജങ്ഷനായ കോർഡിനേറ്റീവ് കൺജങ്ഷനാണ്. ഹി പുട്ട് ഇറ്റ് അസൈഡ്. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കുകയും പുസ്തകം മാറ്റി വെക്കുകയും ചെയ്തു. ഇത് ആൻഡ് എന്നാണ്. ഇത് 2 മെയിൻ ക്ലോസിനെ കൂട്ടുന്നത് കൊണ്ട് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഈ വാചകങ്ങൾ നമ്മളത് തിരഞ്ഞെടുത്ത് എഴുതി വീട്ടിൽ സുഖമായിട്ടിരുന്ന് എഴുതുക. ഓരോന്ന് എഴുതുക, എന്ന് മാറ്റാൻ വരുന്നത് നോക്കുക. പിറ്റേ ദിവസം നമ്മൾ തന്നെ സംശയം നോക്കുക. ഇനി എനിക്ക് പറയാനുള്ള ഈ പറയുന്ന 10 വാചകങ്ങൾ നിങ്ങൾ വേണ്ട പോലെ ഒന്ന് തിരുത്തി എടുത്ത് എഴുതണം. വേണ്ട പോലെ അതിനെ വായിക്കണം, മനസ്സിലാക്കണം. പിറ്റേ ദിവസം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, സാരില്ല. അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. ഇതുവരെ നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റിയ ഫോളോ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. താങ്ക് യു.